ഫ്രണ്ട്സ്, ചൂസ് വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങുകയാണ്. ഇനി നമ്മൾ സ്കേറ്റിംഗ് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി പഠിപ്പിക്കാനാണ്. ഓക്കെ, എല്ലാവർക്കും നമുക്ക് എന്തായാലും ടൈം ഒന്നും കാണണ്ട, നേരെ വീട്ടിലോട്ട് പോവാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഫ്രണ്ട്സ്, നമ്മൾ സ്കേറ്റിംഗ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, സ്റ്റേറ്റിംഗ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ കാലിൽ ഇപ്പോൾ സ്കേറ്റിംഗ് ഉണ്ട്. നമ്മൾ ഇങ്ങനത്തെ ചക്കറുള്ളതാണ് കാണിച്ചത് ഫ്രണ്ട്സ്. കാരണം ഇങ്ങനത്തെ കഴിഞ്ഞ് കുഴപ്പമില്ല, ഒറ്റ വീടിനായിട്ടൊരു പഠിച്ചിട്ടില്ല. ഇത് നമ്മൾ ദുബായിലാണ് കേട്ടോ ഈ സാധനം ഉള്ളത്. 4 ചക്രം ഒരു വീലില് ഇത് ഒരു വീലിൽ ഇതാണ്. നമുക്ക് പഠിക്കാം. ഫസ്റ്റ് നമ്മൾ നടന്നു പഠിക്കണം. ഇതേപോലെ കാല് പൊന്തിച്ചിട്ട് ഇവിടെ നടക്കണം. അതേപോലെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നത്ര നമ്മൾ നടന്ന് ഇങ്ങനെ പഠിക്കണം. നടന്നു പഠിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ നടന്ന് പഠിക്കേണ്ട സാധനമാണ് ഇത്. അപ്പൊ ഈ നടന്ന് പഠിക്കണം എന്നൊക്കെ നമ്മൾ പലവട്ടോ ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ നടന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് ഒന്നും കൂടി എഴുതിയിട്ടു. കാരണം നടക്കുന്ന സമയത്താണല്ലോ നമ്മളിങ്ങനെ സ്വിം ചെയ്തിട്ടല്ലേ പോണ്ടേ. ഇതെങ്ങനെ നമ്മളിപ്പോൾ ഇനി നമ്മൾ പറയാൻ പോണത് മെഹറുണ്ട് കേട്ടോ എൻ്റെ കൂടെ. എൻ്റെ മെഹറുണ്ട്, എൻ്റെ ഹംദുണ്ട്. അന്ന് മോനെ വീഡിയോ ആയിട്ട് പറയട്ടെ. എൻ്റെ ഹംദു മോനുണ്ട്, അവനിവിടെ ഞാൻ അവിടെ ഇരുത്തിയേക്കാണ്. അപ്പോൾ ഇവരുടെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ നമുക്ക് എന്തായാലും നിങ്ങൾ കണ്ട് സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യാം. നമുക്ക് ഈ ടൈമൊന്നും കാര്യമാണ് പഠിക്കാതെ നമുക്ക് നിങ്ങൾക്ക് അറിയുന്നോ അതുമോ ശരി നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. നമ്മൾ നടന്ന് നമുക്ക് പറ്റുന്നത്രയും നടക്കണം കേട്ടോ. എന്നിട്ട് ഈ കാലം സ്വിം ചെയ്യുക. അതെ, നമ്മളിനി ഇങ്ങനെ പോവാം. നമുക്ക് ഇങ്ങനെ പോവാം, ഇങ്ങനെ പോയി പഠിക്കാം. ഓക്കെ അവര് എന്താ പറയണ്ട, അവര് നമുക്ക് ഇങ്ങനെ നടക്കാം. ഇങ്ങനെ നടക്കുക. നമ്മൾ സ്വിം ചെയ്ത് പോയിട്ട് ഇങ്ങനെ നടക്കാം. ഇങ്ങനെ നടക്കാം, ഉടച്ചിട്ടാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ നടക്കൊന്നും വേണ്ട, ഇങ്ങനെ വരച്ച് നടക്കണം. ഇങ്ങനെ ജസ്റ്റ് നമ്മൾ സ്വിം ചെയ്ത് നോക്കാം. എന്നുവെച്ചാൽ ഈ ഒരു കാലിലോട്ട് നമ്മൾ വെയിറ്റ് കൊടുക്കാം. നമ്മളെല്ലാം ശരീര വെയിറ്റ് ഇത് കൊടുക്കുക. ഇത് പുഷ് ചെയ്യാം. അപ്പൊ ഈ കാല് ലൂസായി കാല് നേരെ പോകുന്നതായിരിക്കും. ഓക്കെ, എന്നിട്ട് അതിനുശേഷം ഈ കാല് കൊണ്ടിലോട്ട് വെച്ചിട്ട് ഈ എല്ലാ വെയിറ്റും ഈ കാലിൽ കൊടുക്കുക. അവിടുന്ന് പുഷ് ചെയ്യാം. എന്നിട്ട് വീണ്ടും ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കുക. ഇനി വേറെ പറയുമ്പോ ഞാൻ കാണിച്ചിട്ടുണ്ട്, കാണില്ലേ? ഇനി വേറെ പറയുമ്പോ നമ്മൾ ഈ പോണ സമയത്ത് വി പോലെ പോകാൻ ശ്രമിക്കാം. സ്കേറ്റിംഗ് ഷൂ വി ആക്കിയിട്ട് പോകാൻ ശ്രമിക്കാം. ഒന്ന് കാണിച്ചാൽ കണ്ടോ, ഇതിങ്ങനെ വ്യൂ ആക്കി പോകാൻ. 1 2 3 4 5. നമ്മൾ സ്കേറ്റിംഗ് ചെയ്യണ സമയത്ത് മെയിൻ ആയിട്ടുള്ള സംഭവം ഇതെന്ന് പറയുന്നത് ഇപ്പൊ വേണേ ആ വളച്ചത് കാലെന്ന് പറഞ്ഞു. ഇതേ ഇങ്ങനെ കൊണ്ടുപോവാ, ഉള്ളിന്ന് എടുത്തിട്ട് കൊണ്ടുപോവാ. ഉള്ളിന്ന് ഇങ്ങനെ എടുത്ത് കൊണ്ടുപോവാ. ഓക്കെ, നിങ്ങൾ പഠിച്ചെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രം ഇവിടെ കളിക്കട്ടാ. അല്ലാത്ത അറിയാൻ ഭാഗമൊന്നുമില്ലാണ്ട് ഞാൻ പഠിച്ചതുകൊണ്ട് ഒറ്റയായിട്ട് പോയാ അവിടെ വീട്ടിൽ ഞാനൊക്കെ എടുക്കേണ്ടി വരും. നമുക്ക് പറയാൻ പറ്റില്ല, അത്രയും ടോളസ് ആണ്. ഷൂ ആണ്, സ്കേറ്റിംഗ് ബോർഡ് അല്ല ഇത്, ഷൂ ആണ്. അപ്പോ ഇങ്ങനെ വി പോലെ പോവാൻ ശ്രമിക്കാം. അവിടെ ഇങ്ങനെ പോവാൻ ശ്രമിക്കാം. ഞാൻ കൊടുക്കാൻ മാറിയേ ഇങ്ങനെ ചെയ്യാം. അയ്യോ നിങ്ങളിത് സ്പീഡിലൊന്ന് ഇപ്പൊ തന്നെ സ്പീഡാണ് തുടങ്ങണം കേട്ടോ. സ്പീഡാണ് തുടങ്ങിയാൽ പിന്നെ നിങ്ങൾക്ക് ഞാൻ പറയല്ലേ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും. പതിയെ എന്നെ പോട്ടെ പതിയെ സാവധാനം പിടിച്ച് ചെയ്യാം. അതും പറ്റില്ലെങ്കിൽ നമ്മൾ പിടിച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യണം. ഇങ്ങനത്തെ സ്ഥലത്തൊന്നും നമുക്ക് പിടിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മള് കുറച്ച് ഇവിടെ ഒരകലം പാലിച്ചിട്ട് ചെറുതായിട്ട് അകലം പാലിച്ചിട്ട് കട്ടുമൊക്കെ പിടിച്ചിട്ട് സ്വിം ചെയ്ത് പോവാ. ഓക്കെ, അപ്പൊ ഇനി വേറെ ഞാൻ കാണിച്ചു തരാം. മെഹ്റാമാറിയെ ഓക്കെ, അപ്പൊ സ്വിം ഓക്കെ കാണിച്ചു തരാം. നമ്മൾ വിചാരിക്കും
നമ്മള് സ്കിഡായി പോണത്. സ്കിഡാണല്ല, അത് നമ്മള് നമ്മളത് സ്കിഡാക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കാല് ചെറുതായിട്ട് പൊന്തിക്കുന്നുണ്ട്. ഈ ഉണ്ടാകുന്ന സമയത്ത് കാല് ചെറുതായിട്ട് പൊന്തിക്കുന്നുണ്ട്. ഇങ്ങനെ പതിയെ പൊന്തിക്കുന്നുണ്ട് നമ്മള്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇഷ്ടമാതിരി ചെയ്യാം. അപ്പൊ കൂടി റിവേഴ്സ് പോകുന്നു. നിങ്ങൾ ഒരിക്കലും പഠിച്ചിട്ട് വേറെ ചെയ്യരുത് കേട്ടോ. നമ്മളിത് പഠിച്ചിട്ടാണ് ചെയ്യണത്, ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യാറില്ല. അപ്പൊ നമുക്ക് നേരെ കാണിച്ചുതരാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് സ്കേറ്റിംഗ് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് വരാം. അങ്ങനെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൻ വീഡിയോ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് സെറ്റൂസ് വ്ളോഗ് എന്ന് വിളിച്ചാൽ പറഞ്ഞ കാര്യമേ ഉള്ളൂ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇവരൊരു വീഡിയോ ആയിട്ട് നമുക്ക് എന്തായാലും വരാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ഗുഡ് ബൈ.